നമ്മ കഴിഞ്ഞ പണി കൊടുത്തില്ലേ, 8ന്റെ പണി. ഇതൊരു പെണ്ണിന്റെ കാര്യം, ഇതാണ് ആദ്യം കൊടുക്കേണ്ടത്, അറിയാമോ? ഈ പണി നമുക്ക് ആദ്യം ഏറ്റെടുക്കാം, ഈ കൊട്ടേഷൻ ആദ്യം ഏറ്റെടുക്കണം. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്, അറിയാം? രാജപ്പണ്ണ, അന്ന് മട്ടാഞ്ചേരിയിൽ നമ്മൊരു പണി കൊടുത്തില്ലേ, അതുപോലെയാണ് കൊടുത്തേക്കണം. നമുക്ക് കൊടുക്കാം, പണി കൊടുക്കാം. പോലീസ് നിയമങ്ങൾ നമുക്ക് ഒന്നും നോക്കാൻ നിൽക്കണ്ട. ഇതങ്ങനെ ചെയ്തങ്ങനെ രാജപ്പെട്ട. പിന്നെ നമ്മ എന്തിനാ ഈ നോക്കിയിരുന്ന ഗുണ്ടകളും നടക്കുന്ന എന്തിനാണ്? നിങ്ങൾ കൂടെ നിന്നാ മതി, നമുക്ക് പണി. ഞാനുണ്ടാവും രാജപ്പണ്ണ, എന്തിനും ഞാനുണ്ടാവും കൂടെ. ഉണ്ടാകുമല്ലോ. ആ 13 വയസ്സായ പെൺകുട്ടിയുടെ കേസ് അതാദ്യം നമുക്ക് ഏറ്റെടുക്കാം. ശരിയാണ്, അത് നമുക്ക് ആദ്യം ഏറ്റെടുക്കാം. ഓക്കെ. ആ ശേഖരനെ കണ്ടില്ലല്ല, ആ കത്രിക്കടവിലെ പണി പറഞ്ഞിട്ട് അവൻ ചെയ്തിട്ടില്ല. ശേഖരനെ നോക്കി നിന്നിട്ട് കാര്യമില്ല, നമുക്ക് പോയി ചെയ്യണം, നമുക്ക് പോയി ചെയ്യണം. മതിയെന്നേ, 2 പേര് മതിയെന്നേ. ഒരാളെ ഇതാക്കാൻ വേണ്ടി 2 പേര് മതി. എന്തിനാ 4-5 പേര്? എന്ത് പ്രശ്നം? ഇതൊക്കെ ചെയ്യുന്ന പ്രശ്നത്തിലാണ് ചെയ്യണത്. ശേഖരൻ വരണ്ടല്ലോ. ഇവിടെ തന്റെ കാര്യം ഇപ്പൊ പറഞ്ഞുള്ളു. ഒരു കാര്യം ഏറ്റെടുത്ത ഉത്തരവാദിത്തമായിട്ട് ചെയ്യണം. തനിക്കൊരു ഉത്തരവാദിത്വം ഇല്ല. തൊഴിലിനോടുള്ള ആത്മാർത്ഥത അതില്ലാത്തവനെ ഞാൻ വെച്ച് പൊറപ്പിക്കില്ല. അതില്ലാത്തവനെ എനിക്ക് വേണ്ട. കുറച്ച് ഡിലേ ആയിപ്പോയാണ്. അത് രാജപ്പണ്ണം പറഞ്ഞത് ശരിയാണ്. ഒരു തൊഴിൽ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് ചെയ്യണം. ഇതും പറഞ്ഞ് നിന്നെ ആരും വഴക്കിടാൻ നിൽക്കരുത്. ഈ കരുത്തും തന്റെ ഇടവും വേണം. അല്ലാതെ ഇതിന് നടക്കുന്ന ആൾക്കാര് കളമൂട്ടിയല്ല നടക്കേണ്ടത്. ഞാനവിടെ ചെന്നിരുന്നു രാജപ്പണ്ണ. അവിടെ നമ്മൾ സ്കെച്ചിട്ടാളുടെ അനിയനായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് ഡൗട്ട് തോന്നിയത് കാരണം ഞാൻ ഫോട്ടോ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ആളതല്ല. അല്ലെങ്കിൽ അവന്റെ പണി തീർത്തിട്ട് ഞാൻ പോകുന്നുണ്ടായിരുന്നു. ഒറ്റക്ക് നടത്താൻ പറ്റിയില്ലെങ്കിലേ നമുക്ക് 2 മണി ചെല്ലാൻ കൂടാ. അവിടെ പരിപാടി നടത്തില്ലെങ്കിൽ പോരാതെ എന്തിനു ഇത്ര നീട്ടി വെച്ചേക്കണം? എനിക്കൊരു കുറവുമില്ല. പ്രധാനപ്പെട്ടത് ആ പെങ്കൊച്ചിന്റെ കേസാണ്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. നിന്നെ ഏൽപ്പിച്ച കേസ് നീ ചെയ്യണം. നിന്നെ ഏൽപ്പിച്ച കേസ് നീ അറ്റൻഡ് ചെയ്യണം. അത് ചെയ്തിരിക്കും. ജാനു, ആ തമ്മനത്തെ കേസ് നീ നിന്റെ പിള്ളേരായിട്ട് പോയിട്ട് അത് അറ്റൻഡ് ചെയ്യും. അവന് കുറച്ച് പിള്ളേരും ഉണ്ട്. അവര് MDM കഞ്ചാവും ഒക്കെ ആയിട്ട് ഭയങ്കര പ്രോബ്ലമാണ്. അത് എന്നെ കൊണ്ട് ഒറ്റക്ക് കൂട്ടിയാൽ പോകില്ല. നമുക്ക് എല്ലാവർക്കും കൂടി അത് ശരിയാണ് ചായപ്പണ്ണ. നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോയാലോ അങ്ങോട്ട്. പിന്നത്തേക്ക് വെക്കണ്ട. അപ്പൊ ചെന്നതിന് അപ്പൊ തന്നെ തീർത്തോളണം. എന്താ ഞാനും നിന്റെ ഒന്നും പറയല്ലോ നിനക്ക്. പിള്ളേരെ കൂട്ടാന്ന് നമുക്ക് ഒറ്റക്ക് നിങ്ങൾ 2 പേരായിട്ടോ 3 പേരായിട്ട് പോയാൽ ശരിയാവൂല. അങ്ങനത്തെ കഞ്ചാവും മയക്കമരുന്നൊക്കെ അടിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പിടിച്ചാൽ കിട്ടൂല. കുറെ ആൾക്കാരുണ്ടാവും. നീ പറഞ്ഞ നമുക്ക് അവിടെ പണി കൊടുക്കാം. അപ്പൊ നമ്മളിത് ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ.